ലോകമഹായുദ്ധത്തിന് കാരണമായേക്കാവുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ലോകത്ത് ഉണ്ട്. അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ലോകത്തുള്ള എല്ലാ ജനങ്ങളും പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ആ പ്രാർത്ഥന ഫലം കണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്ന വാർത്ത അത്തരത്തിലൊന്നാണ്. മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ആരാധനാലയം, പ്രത്യേകിച്ച് മക്ക കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയമായ അൽ അക്സ പള്ളിയും ഡോ ഓഫ് ദ റോക്കും പിടിച്ചെടുക്കാൻ ഇസ്രായേൽ നീക്കം തുടങ്ങി എന്ന് ജോർദാൻ ആരോപിക്കുന്നു. ആരോപണം മാത്രമല്ല, തൊട്ടു പിന്നാലെ തന്നെ ഇവർ വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ വിദേശകാര്യമന്ത്രിമാരുടെ ഒരു അടിയന്തര യോഗം കൂടി ഈ ജോർദാൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. കാരണം ഇത് കഴിഞ്ഞ കുറെ കാലമായിട്ട്, അല്ലെങ്കിൽ ഈ പള്ളിയിൽ പ്രാർത്ഥന നടത്താൻ മുസ്ലിങ്ങൾക്ക് മാത്രമായിരുന്നു ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നത്, ഇതിന്റെ പള്ളി കോമ്പൗണ്ടിൽ കയറാൻ തന്നെ. പക്ഷെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ തീവ്ര ഇസ്രായേലികളായിട്ടുള്ളവർ അവിടെ എത്തുകയും അവർ ആചാരങ്ങളും പ്രാർത്ഥനകളും മറ്റും നടത്തുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കല്ലേറും സംഘർഷങ്ങളും വെടിവെപ്പും ഒക്കെ അവിടുത്തെ ഒരു നിത്യ വാർത്തയായിരുന്നു കുറച്ചു നാൾ മുമ്പ് വരെയെങ്കിൽ. ഇത്തവണ അതങ്ങനെയല്ല. ഈ പള്ളി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേൽ നീക്കം തുടങ്ങിയിരിക്കുന്നത് എന്നാണ് പുറത്തു വരുന്ന വിവരം. കാരണം യഹൂദന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്, അവരുടെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണിത്. ക്രിസ്തുവിന് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം പല വട്ടം ആക്രമണങ്ങളിൽ തകർന്നിട്ടുണ്ട്. ഇത് ഈ ദേവാലയത്തിന്റെ ഇപ്പോഴത്തെ അവകാശി എന്ന് പറയുന്നത് ജോർദാനിലെ ഹാഷേമിക് രാജവംശമാണ്. ഏതായാലും ലോകത്തിലെ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളും മുസ്ലിം വിഭാഗവും എല്ലാം തന്നെ വലിയ രോഷത്തിലേക്ക് പോകും. ഇത് ഒരു മതപരമായ സംഘർഷം ലോകത്തെമ്പാടും ഉണ്ടാകുമെന്ന് ജോർദാൻ വിദേശകാര്യമന്ത്രി ഐമൻ സഫാദി പറയുന്നു. അദ്ദേഹം പറയുന്നത് ഇത് ഒരു മതപരമായ വിഷയമാണ്. കാരണം മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാലയമാണ്. അതിൽ കടന്നു കയറുന്ന ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. മതപരമായിട്ട് തന്നെ വലിയ സംഘർഷം ഈ ലോകത്തുണ്ടാകും എന്നുകൂടി ഒരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. മിസ്റ്റർ മുസ്ലിം മലയാളം.